അവരാണ് നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്നത്. നമുക്ക് എന്ത് വേണം, എത്രത്തോളം വേണം, ഞാൻ അല്ലെങ്കിൽ നീ എന്നുവരെ ജീവിക്കണം എന്നെല്ലാം അവരുടെ കൈകളിലാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ പിന്നിൽ വരെ ഇവരുടെ കറുത്ത കരങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് അവർ? യെസ്, ഇല്ലുമിനാറ്റീസ്. ദാദാലടമനെ ഇത് കളി വേറെ. ഇല്ലുമിനാറ്റികളെ കുറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമിക്കവർക്കും അറിയാം. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന മലയാള ചലച്ചിത്രത്തിന് പിന്നാലെ ചർച്ചാ വിഷയമായവയിൽ ചിലതാണ് ഇല്ലുമിനാറ്റി, സാത്താൻ സേവ, കറുത്ത നോട്ട് എന്നിവയൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇല്ലുമിനാറ്റി? 1776 ആദം വൈഷെപ്റ്റ് അദ്ദേഹത്തിന്റെ 4 സ്റ്റുഡൻസുമായി ചേർന്ന് രൂപീകരിച്ച ഒരു സ്വകാര്യ സംഘടനയായിരുന്നു ഇല്ലുമിനാറ്റി. ആദം വൈഷെപ്റ്റ് എന്നത് ഒരു ജർമ്മൻ ഫിലോസഫർ ആയിരുന്നു. പണ്ടുകാലങ്ങളിൽ എല്ലാത്തിനും പുരോഹിതന്മാരുടെ വാക്കായിരുന്നു അന്തിമം. അവർ ശാസ്ത്രത്തിനെതിരെന്നുള്ള രീതിയിൽ ഈശ്വരനെ ചൊല്ലിയുള്ള അനാചാരങ്ങളും മറ്റും നടത്തിവന്നു. അപ്പോഴാണ് ഇതിനെതിരായി ജർമ്മനിയിലെ ബവേറിയയിൽ ആദം വൈഷെപ്റ്റിന്റെ തികച്ചും സ്വകാര്യമായ ഒരു സംഘടന ഉടലെടുക്കുന്നത്. ഈ സ്വകാര്യ സംഘടനയ്ക്ക് ആദം ഇല്ലുമിനാറ്റി എന്ന പേര് നൽകി. ഈ സൊസൈറ്റിയിലേക്ക് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് നിലനിർത്തുന്ന 18 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സംഘടനയിൽ അംഗബലം തീരെ കുറവായിരുന്നു. ശാസ്ത്രം മനുഷ്യനിൽ നിന്ന് ഈശ്വരവിശ്വാസത്തെ തുടച്ചു മാറ്റും എന്ന് വിശ്വസിച്ചിരുന്ന അന്നത്തെ സമൂഹം ശാസ്ത്രത്തെ വളരാൻ വിസമ്മതിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഈശ്വരന്റെ പേരിൽ നടന്നുവരുന്ന അനാചാരങ്ങളെ എതിർക്കാനും ഭരണകൂടത്തിന്റെ അധികാര ദുരുപയോഗത്തെ കുറയ്ക്കാനും പൊതുജനങ്ങൾക്കിടയിലുള്ള അന്ധവിശ്വാസത്തെ കെട്ടിയിടുക എന്നതൊക്കെയായിരുന്നു ആദം വൈഷെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്ന ഇല്ലുമിനാറ്റി എന്ന സ്വകാര്യ സംഘടനയുടെ പ്രധാന ഉദ്ദേശം. ഇപ്പോഴാണ് ഫ്രീമേസൺസിന്റെ വരവ്. ഫ്രീമേസൺറി എന്ന മറ്റൊരു സംഘടന വെരി വെൽത്തി ആൻഡ് ഇൻഫ്ലുവൻസഡ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു അതിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത്. Adam created his parallel society while joining with Freemasonry. 1779 തികഞ്ഞ ഉടമ്പടി എന്നർത്ഥം വരുന്ന ഫ്രീമേസൺറി എന്ന സ്വകാര്യ സംഘടനയുമായി ഇല്ലുമിനാറ്റി ലയിച്ചതിനെ തുടർന്ന് ഇല്ലുമിനാറ്റിയിലേക്ക് കുറേയധികം ആളുകൾ എത്തിച്ചേരുകയും 1786 ഇല്ലുമിനാറ്റി 600ഓളം ആളുകളുള്ള ഒരു സ്വകാര്യ സംഘടനയായി തീരുകയും ചെയ്തു. എന്നാൽ അന്ന് ഇല്ലുമിനാറ്റി മതവിരുദ്ധമായ ഒരു പുസ്തകം പ്രചരിപ്പിക്കുകയും അതിനെ തുടർന്ന് ഇല്ലുമിനാറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ബാൻ ചെയ്യുകയും ചെയ്തു. കൂടാതെ ഇല്ലുമിനാറ്റിയിലുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സിനെയും അന്നത്തെ ഭരണാധികാരികൾ കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ ആ ആളുകൾക്കൊപ്പം ഇല്ലുമിനാറ്റിയും തുടച്ചു മാറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെട്ടു. 1797-98 കാലഘട്ടങ്ങളിൽ 2 പുസ്തകങ്ങൾ. 1. ജോൺ റോബിൻസന്റെ പ്രൂഫ്സ് ഓഫ് എ കോൺസ്പിറസി. 2. അഗസ്റ്റിൻ ബാർവെലിന്റെ മെമ്മറീസ് ഇല്ലുസ്ട്രേറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ജാക്കബിനിസം. ഇവ പബ്ലിഷ് ചെയ്തതിനെ തുടർന്ന് ഇല്ലുമിനാറ്റി ഇല്ലാതായിട്ടില്ല എന്ന് സമൂഹത്തിന് മനസ്സിലാവുകയും കൂടാതെ ഇല്ലുമിനാറ്റി കൂടുതൽ ജനശ്രദ്ധ കൈവരിക്കുകയും ചെയ്തു. ഇവർ ഈ പുസ്തകങ്ങളിലൂടെ ഇല്ലുമിനാറ്റിക്ക് ഒരു കോൺസ്പിറസി തിയറി നൽകിക്കൊണ്ട് മുന്നോട്ട് ജീവനേകി. ഇന്നും ഇല്ലുമിനാറ്റി നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. തികച്ചും സ്വകാര്യ സംഘടനയായതിനാലാവാം ഇന്നും നമുക്ക് ചുറ്റും ആരൊക്കെയാണ് ഇല്ലുമിനാറ്റികൾ എന്ന് നമുക്ക് ആർക്കും തിരിച്ചറിയാനാവാത്തത്. മോഡേൺ ഇല്ലുമിനാറ്റി ആദം വൈഷെപ്റ്റിന്റെ കോൺസെപ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവർ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി എന്നറിയപ്പെടുന്ന ലൂസിഫറിനെ ആരാധിക്കുന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത്. ലൂസിഫറിനെ സാത്താൻ എന്ന രീതിയിൽ സാത്താനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇല്ലുമിനാറ്റിയെ കുറിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പക്ക് ബൈ.